ബ്ലാസ്റ്റേഴ്സ് 2024-25 സീസണ് മുന്നോടിയായി നടത്താൻ ആഗ്രഹിച്ച ഒരു സ്വാപ്പ് ഡീൽ സംഭവിക്കില്ല എന്ന സൂചന വന്നിരിക്കുകയാണ്. കൊച്ചി ക്ലബിന്റെ ആരാധകരെ നിരാശയാക്കുന്ന വാർത്തയാണിത്. 2024-25 ISL സീസണ് മുന്നോടിയായി കൊൽക്കത്തൻ ക്ലബ്ബായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിൽ നിന്ന് ഒരു താരത്തെ കൈമാറ്റ കരാറിലൂടെ സ്വന്തമാക്കാം എന്നതായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷ. ഈ പ്രതീക്ഷയാണ് ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന്റെ സെന്റർ ബാക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ദീപക് തൻഗിരിയെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വാപ്പ് ഡീലിലൂടെ കൊച്ചിയിൽ എത്തിക്കാൻ ശ്രമിച്ചത്. ദീപക് തൻഗിരിയെ വാങ്ങുമ്പോൾ സെന്റർ ബാക്ക്, റൈറ്റ് ബാക്ക് പൊസിഷനുകളിൽ കളിക്കുന്ന പ്രീതം കോട്ടാലിനെ കൈമാറാം എന്നതായിരുന്നു ഡീല്. ഈ നീക്കത്തിന്റെ ഭാഗമായി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ദീപക് തൻഗിരിയുമായുള്ള കരാറ് പരസ്പര ധാരണയോടെ റദ്ദാക്കുമെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് FC പ്രീതം കോട്ടാലിന്റെ കരാറും സമാന രീതിയിൽ ക്യാൻസൽ ചെയ്യുമെന്നുമായിരുന്നു മുൻപ് ചർച്ചയിലുണ്ടായിരുന്നത്. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ നീക്കം നടക്കില്ല. 2024-25 പ്രീ സീസൺ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ മോഹൻ ബഗാൻ പ്രീതം കോട്ടാലിനെ സ്വന്തമാക്കാൻ ഏറെ ശ്രമിച്ചിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ചോദിച്ച പ്രതിഫലം നൽകാൻ സാധിക്കാതെ വന്നതോടെയാണ് നീക്കം ഭാഗികമായി അവസാനിച്ചത്. തുടർന്നും പ്രീതം കോട്ടാലിനായി കൊൽക്കത്തൻ വമ്പന്മാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. 2023 ജൂലൈയിലാണ് പ്രീതം കോട്ടാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. 3 വർഷ കരാറിലാണ് താരം ഒപ്പുവെച്ചത്. ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായിരുന്ന സഹൽ അബ്ദുൾ സമദുമായുള്ള സ്വാപ്പ് ഡീലിലൂടെയാണ് പ്രീതം കോട്ടാൽ കൊച്ചിയിലേക്ക് എത്തിയത്. പ്രീതം കോട്ടാലിനെ കൈമാറിയതിനു പുറമെ 90 ലക്ഷം രൂപയുടെ ട്രാൻസ്ഫർ ഫീസും കൊച്ചി ക്ലബിന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് സഹൽ അബ്ദുൾ സമദിനായി നൽകിയിരുന്നു. 2026 മെയ് 31 വരെയാണ് പ്രീതം കോട്ടാലിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ ഇതുവരെ 25 മത്സരങ്ങളിൽ 30-കാരനായ പ്രീതം കോട്ടാൽ ഇറങ്ങിയിട്ടുണ്ട്. ATK കാലഘട്ടം മുതൽ കൊൽക്കത്തൻ ക്ലബിൽ പ്രീതമുണ്ട്. 2026 മെയ് 31 വരെയാണ് ദീപക് തൻഗിരിയുമായി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന് കരാറുള്ളത്. 2021 ജൂണിലാണ് ചണ്ഡീഗഡ് സ്വദേശിയായ ദീപക് കൊൽക്കത്തൻ ക്ലബിലേക്ക് ചേക്കേറുന്നത്. ചെന്നൈയിൻ FCയിലൂടെയാണ് ISL വേദിയിൽ ഈ 25-കാരൻ എത്തിയത്. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ക്ലബിന് വേണ്ടി ഇതുവരെ 62 മത്സരങ്ങളിൽ ഇറങ്ങി 2 ഗോൾ സ്വന്തമാക്കി, 2 ഗോളിന് അസിസ്റ്റും നടത്തി. ഇന്ത്യൻ ആരോസിന് വേണ്ടി 32 മത്സരങ്ങളിൽ നിന്ന് 1 ഗോൾ നേടിയിരുന്നു. ചെന്നൈയിൻ FCക്ക് വേണ്ടി 22 മത്സരങ്ങളിലും ബൂട്ടണിഞ്ഞു. നിലവിൽ 5 കളിക്കാരെ ലോൺ വ്യവസ്ഥയിൽ ബ്ലാസ്റ്റേഴ്സ് മറ്റ് ടീമുകൾക്ക് കൈമാറിയിട്ടുമുണ്ട്. ISL ക്ലബ്ബുകളായ പഞ്ചാബ് FC, മുഹമ്മദൻ SC, I-ലീഗ് ക്ലബ്ബുകളായ ഗോകുലം കേരള FC, ചർച്ചിൽ ബ്രദേഴ്സ് FC, റിയൽ കാശ്മീർ FC ടീമുകൾക്കായാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കാരെ കൈമാറിയത്. സീസണിൽ കൂടുതൽ മത്സര സമയം ലഭിക്കുന്നതിന് വേണ്ടിയാണിതെന്ന് ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട്. 2024-25 ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പഞ്ചാബ് FCക്ക് എതിരെയാണ്. ഓണദിനത്തിനാണ് ഈ മത്സരം നടക്കുക.